കോൺഗ്രസ് നേതൃത്വത്തോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത്? കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കാണുമ്പോൾ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ജനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട്, ദേശീയ നേതൃത്വത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ITV ന്യൂസ് ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്കറിയാം, ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് ഞങ്ങളെ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നത്. അവർ നമ്മോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഈ ഹൃദയവിചാരങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ദേശീയ നേതൃത്വവുമായി സംവദിക്കുവാൻ യാതൊരു മാർഗവുമില്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരമില്ല, നിങ്ങളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അത് ഇംഗ്ലീഷിലായിക്കോട്ടെ ഹിന്ദിയിലായിക്കോട്ടെ, അത് പരിഭാഷപ്പെടുത്തി അവരിലേക്ക് ഞങ്ങളുടെ ഈ ചിന്തകൾ നിങ്ങൾ പങ്കുവെക്കണം. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു, ഞങ്ങളുടെ അപ്പനപ്പന്മാരായി തലമുറകളായി ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു, സ്നേഹിക്കുന്നു. ഇനിയും ഒന്ന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ ജയിപ്പിക്കുവാനാണ്. പക്ഷേ ഇവന്മാരുടെ ഈ കണ്ണന്തിരിവുകൾ കണ്ട് ഞങ്ങൾക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല. ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കേന്ദ്ര നേതൃത്വമുണ്ടോ? ഇവർ ഇതൊന്നും കാണുന്നില്ലേ? ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് സാധാരണ ജനങ്ങൾ വിലപിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ സ്വാംശീകരിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഈ കേന്ദ്ര നേതൃത്വത്തോട് പറയുവാനുള്ളത് എന്നാണ്. നമുക്ക് ഈ കഴിഞ്ഞ ഒരു 38 ദിവസമായി നമ്മൾക്ക് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ലഭിച്ച ഈ പ്രതികരണങ്ങൾ നമുക്കൊന്ന് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ചുരുക്കത്തിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ പരിഭാഷപ്പെടുത്തി ഇവരെല്ലാം ഇത് കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, ഉറപ്പാണ്. നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ ഒന്ന് സ്വാംശീകരിച്ച് എന്താണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന യാതൊരു കമാൻഡും ഇല്ലാത്ത ആ നേതൃത്വത്തോട് നമുക്ക് പറയുവാൻ പറ്റും. ദേശീയ നേതാവ് ദീപദാസ് മുൻഷിനെ മാറ്റുക എന്നുള്ളതാണ് എല്ലാവർക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതാണ് അവരെടുത്ത് മാറ്റിയിട്ട് നല്ല ചുറുചുറുക്കുള്ള ആരെങ്കിലും ഇവിടെ പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ വിഷയത്തിൽ മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കാറില്ല, മിണ്ടാറില്ല. പേരിനാണെങ്കിലും ഒരു ഡെമ്മി ആണെങ്കിലും ഒരു പ്രസിഡന്റ് ഉണ്ട്, അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ ഉണ്ടല്ലോ, അദ്ദേഹം സംസാരിച്ച് കാണില്ല. ഇവിടെ 2-3 പേര് വന്നുപോയി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നുപോയി. ഈ വയനാട്ടിൽ വന്നുപോയി. ഈ കേരളത്തിലെ ഇത്രയും വലിയ വിഷയം, വയനാട്ടിലെ അപ്പച്ചൻ്റെ ആ വിഷയം ഉൾപ്പെടെ, DCCയുടെ വിഷയം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ടായപ്പോൾ അവർക്ക് ഇടപെടാനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. കാരണം ഒന്ന്, അവിടുത്തെ MP ആണ് പ്രിയങ്ക ഗാന്ധി, രണ്ടാമത് ദേശീയ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, മുൻ ദേശീയ അധ്യക്ഷയാണ് സോണിയാഗാന്ധി. അപ്പം ഇവർ 3 പേരും കൂടി വന്നിട്ട് പോലും ഇവിടുത്തെ കേരളത്തിലെ വിഷയം ഒരക്ഷരം പോലും ചർച്ച ചെയ്യാതെ പോകുക എന്ന് പറഞ്ഞാൽ ഇവർ കേരളത്തിലെ കോൺഗ്രസിനെ കണക്കിലെടുത്തിട്ടില്ലേ? കേരളത്തിൽ ഇങ്ങനെ കോൺഗ്രസിന് നമ്മുടെ ശാഖ ഉണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടില്ലേ? അത് വേണ്ട എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലും വലിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, ഇതിലും വലിയ സിറ്റുവേഷൻ ഉണ്ട്. K. സുധാകരൻ പ്രസിഡന്റ് ആവുന്നതിനേക്കാൾ മുന്നേ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി 2 പോകും, പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് വലിയ വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ പോലും വളരെ കൃത്യമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ അന്നത്തെ ദേശീയ പ്രസിഡന്റ് സാധിച്ചു. കാരണം അന്ന് മൻമോഹൻ സിംഗൊക്കെയുള്ള സമയമാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു നാഥനില്ലാത്ത കളരി എന്ന് ജനങ്ങളിലേക്ക് തോന്നിപ്പോയ കുറ്റം പറയാൻ പറ്റില്ലെന്നേ. കാരണം രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ദേശീയ തലത്തിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല, കുറഞ്ഞ് കാണുന്നില്ല, ചെറുതായിട്ട് കാണുന്നില്ല. രാവും പകലും കഷ്ടപ്പെടുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഈ രാജ്യത്തിന് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അത് സത്യം തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധി ലോകം കണ്ടതിൽ വെച്ച് 5 നല്ല നേതാക്കന്മാരെ എടുത്താൽ അതിലൊരാൾ രാഹുൽ ഗാന്ധിയാണ്. ഒരു നല്ല മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യന് ഒരു നല്ല നേതാവാൻ കഴിയില്ല. അതാണ് വസ്തുത. അദ്ദേഹത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി, പക്ഷെ നല്ലൊരു നേതാവല്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിലെ ഇത്രയും വലിയ വിഷയങ്ങൾ ഇതുപോലെ സംഭവിച്ചിട്ട് ഇതിക്ക് മുമ്പും ഉണ്ടായതുപോലെ തന്നെ ഇപ്പോഴും ഒരു നിസ്സംഗത പാലിക്കുകയാണ്. ഇന്ന് വരെ നമ്മൾ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന കേട്ടോ, വേണ്ട ഇവിടുത്തെ കേരളത്തിലെ MP അല്ലേ പ്രിയങ്ക ഗാന്ധി, അവർ പറയണ്ടേ? വേണ്ട അഖിലേന്ത്യാ പ്രസിഡന്റ് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഒരു വിഷയം ഒന്നും പറയുന്നില്ല. ഇവരുടെ വിചാരം എന്താണെന്ന് പറയും, ഇവർക്ക് ഇപ്പോഴും ഈ അഖിലേന്ത്യാ നേതൃത്വത്തിന് കേരളത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, അത് KC വേണുഗോപാൽ കൊണ്ടുവന്നോളുന്ന. അത് KC വേണുഗോപാൽ അല്ല, കാരണം മറ്റാരും നോക്കണ്ട, മറ്റാരും ചിന്തിക്കേണ്ട എന്നാ. പക്ഷേ ഇവിടെ KC വേണുഗോപാൽ എന്താ കാട്ടി കൂട്ടുന്നുള്ളത് ഇത് അവർ ദേശീയ നേതൃത്വം നോക്കണ്ടേ?
കാരണം സംഘടനയുടെ ചുമതല ദേശീയ തലത്തിൽ കെ സി വേണുഗോപാലിനാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു ചോദ്യമില്ല എന്ന് വെച്ചിട്ടാണോ ഇനി ഇവർ ഇടപെടാത്തത്? പക്ഷേ ഒരു കാര്യം, രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും പേരിനൊരു പ്രസിഡന്റുള്ള ഗാർഗയാണെങ്കിലും ഇവർ ചിന്തിക്കേണ്ടത് ഈ പാർട്ടിയുടെ അടിവേര് മാന്തിക്കൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ. അതിന് സംശയമൊന്നും വേണ്ട. ആ കെ സി വേണുഗോപാൽ ചട്ടകമായി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കേരള ജനം വെറുത്തു. ഈ മൂന്ന് പേരെ കേരള ജനം എത്രമാത്രം വെറുത്തു. ജനം എന്നുദ്ദേശിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ ആപാലവിന്ദം കോൺഗ്രസ്സുകാരും കുറച്ച് പെട്ടിതൂക്കികളും അതുപോലെ തന്നെ കുറച്ച് തൊഴിലാളികളും അല്ലാത്ത മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ 3 നേതാക്കന്മാരെയും പൂർണ്ണമായിട്ടും വെറുത്തു, ഉപേക്ഷിച്ചു. ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം 2 തവണയാണ് ഭരണം നഷ്ടപ്പെട്ടത്. ഒരു തവണ സതീശൻ്റെ കയ്യിലിപ്പോൾ നഷ്ടപ്പെട്ടു. സതീശൻ ടി.എം. സുധീറിനും കൂടിയിട്ട് ഒരു ഭരണം നഷ്ടപ്പെടുത്തി. ഇനി 3ാമതൊരു ഭരണം സതീശനായിട്ട് നഷ്ടപ്പെടുത്താൻ പോവാം. കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷ വെക്കാവുന്ന അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. അന്നേരം ഇത്രയും സുപ്രധാനമായ അതായത് ഒരു രാഷ്ട്രീയ അഭയം തേടി അവിടെയൊന്നും നിലനിൽപ്പില്ലാതെ ഈ ഗാന്ധി കുടുംബം ഓടി അഭയാർത്ഥിയായി വന്ന് അഭയം കൊടുത്തത് ഒരു സ്ഥലം ഈ കേരളമാണ്. അവിടെ ഇവരിവിടെ വന്ന് ഒരാഴ്ച സുഖവാസം നടത്തിക്കോട്ടെ, റിസോർട്ടിൽ താമസിച്ചോട്ടെ, ഒന്ന് റിലാക്സ് ചെയ്ത് പോയിക്കോട്ടെ. പക്ഷേ അവർ കേരളത്തിലുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർ ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് വിളിച്ച് ഇദ്ദേഹത്ത് ഒരു ദിവസമെങ്കിലും 1 മണിക്കൂറെങ്കിലും അവരെ കൂട്ടിയിരുത്തി അവരെ കേൾക്കുകയും അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുകയും കൃത്യമായിട്ടും അപ്രകാരം ഒരു മീറ്റിംഗ് എങ്കിലും നടത്തുകയായിരുന്നെങ്കിൽ അതും പത്രമാധ്യമങ്ങളുടെ അത് പോസിറ്റീവായ വാർത്ത വന്നതിന് ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു ദേശീയ നേതാവ് ഗാർഖയാണെങ്കിൽ പോലും യഥാർത്ഥ രാഹുൽ ഗാന്ധി തന്നെ വന്ന് ഈ പ്രശ്നത്തിൽ ഇവിടെ അഡ്രസ്സ് ചെയ്ത് ഇഷ്യൂ ചെയ്ത് ഇടപെട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കി എന്നൊരു ഫീല് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അതുണ്ടാക്കിയേക്കുന്ന ഒരു ഹൈപ്പും പോസിറ്റിവിറ്റിയും വളരെ വലുതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രവർത്തകന്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിചാരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും ഗാന്ധി ഫാമിലിയും ഇന്ന് ഈ ആലപ്പുഴ ഗോപാലന്റെ ഒരു ബന്ദിയാണ്. ഈ കെ സി വേണുഗോപാലിനെ ഇവർ ഭയപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബന്ദിയായ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് കേരളത്തെ എഴുതി കൊടുത്ത ഒരു അവസ്ഥയാണ് എന്ന ഒരു നിലപാടിലേക്കാണ്. ഇവിടെ കാര്യങ്ങൾ നന്നായി പോകുന്നുവെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാം ഒരു എണ്ണയിട്ട മെഷീൻ പോലെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവരാരും ഇടപെടേണ്ട. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റത്തിന്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതെ, ഒരു സിസ്റ്റത്തിന്റെ ദേശീയ തലത്തിലുള്ളവരൊന്നും വന്ന് സംസ്ഥാന കാര്യങ്ങളുടെ ചെറിയ ഇഷ്യൂകളിലൊന്നും കയറി ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു നാഥനില്ലാ കളരി പോലെ പലരും പല പവർ ഹൗസുകളായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇതിനെ ഒരു ഡയമെൻഷൻ നഷ്ടപ്പെട്ട ഒരു ഡയറക്ഷൻ നഷ്ടപ്പെട്ട ഒരു കപ്പൽ പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വിളിയുമ്പോൾ ഒരു കപ്പിത്താൻ സാധാരണ ഒരു ടർബുലൻസ് ഉണ്ടാകുമ്പോൾ എന്താ പറയുന്നത് സെക്കൻഡ് ഇൻ കമാൻഡിൽ നിന്ന് അദ്ദേഹം സകല നിയന്ത്രണവും ഏറ്റെടുത്ത് അതിനെ സേഫ് കസ്റ്റഡിയിലാക്കിയ ശേഷം സെക്കൻഡ് ഇൻ കമാൻഡിൻ്റെ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു ദിവസം വന്ന് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻസ് നൽകി ഇതിനെ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുത്തു പോകുമായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു വലിയ മാറ്റം പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ പോലും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും അവർ ആശങ്കയിലാണ്. കാരണം ഇതിന് ഒരു നാഥനില്ലാ കളരി പോലെ ഇത് പോകുന്നു. ഇതിനെ എഴുതി തള്ളിയോ? ഈ കേരളത്തിൽ ഇത്രയും കോലാഹലങ്ങളും ഇത്രയും ഒതുക്കലുകളും വെട്ടിനിരത്തലുകളും നടത്തുമ്പോൾ പോലും ഇത് ദേശീയ നേതൃത്വം ഇതിൽ ഇടപെടാതെ ഹൈക്കമാൻഡ് ഇതിനെ ഗാലറിയിൽ ഇരുന്ന് ഇത് എന്താ പറയുന്നത് ഒരു യാതൊരു വികാരവും ഇല്ലാതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പാനിക്കാകുന്നത് സാധാരണ ജനങ്ങൾ. അതുകൊണ്ട് ആ ജനങ്ങളുടെ ഈ വികാരത്തെ ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ജനങ്ങളുടെ ആ വികാരത്തെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ പണ്ട് ചെയ്ത പോലെ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ ഗാന്ധി ഫാമിലിയുടെ സോണിയാഗാന്ധിയും മകനും മകളും ഒക്കെ വന്ന് ഒരു റോഡ് ഷോ നടത്തി പോയി കഴിയുമ്പം കൈപ്പത്തിക്ക് എല്ലാവരുടെയും വീഴും എന്ന് പറയുന്നത് അത് ഒരു മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ആ കച്ചവടം ഇനി ഇവിടെ നടക്കത്തില്ല. ഏറ്റവും തമാശ അതല്ല, ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇതിൻ്റെ വേണുഗോപാലാണെങ്കിലും ഇതിൻ്റെ ദേശീയ തലത്തിലുള്ള പല നേതാക്കന്മാരാണെങ്കിൽ പോലും അവരെക്കാളും ഒക്കെ എത്രയോ അവർ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തു നമ്മുടെ യുവ നേതാക്കന്മാർ. അന്നേരം ഈ ഓരോ ദിവസവും ഈ ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ വില അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഈ വിലയുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാരെ അവർ യാതൊരു വിലയില്ലാത്തവരായി കൽപ്പിച്ച് അവരെ ചവിട്ടിത്താത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ഡൈക്കോട്ടമിക് എഫക്റ്റാണ് നമ്മുടെ കേരള പൊളിറ്റിക്സിൽ നടക്കുന്നത്. അതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ കോൺഗ്രസിന് കനത്ത വില നൽകേണ്ടി വരും. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും രാഹുൽ മാങ്കൂട്ടത്തിനെയും
അതുപോലെ ഷാഫി പറമ്പലിനെയും വേണ്ട അങ്ങനത്തെ കുറച്ച് ആളുകളെ വിളിച്ചിരുന്നു ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഒന്ന് സംസാരിക്കാൻ ഇവിടെ ഡൽഹിയിലേക്ക് ഇവിടെ തിരുവനന്തപുരത്തേക്കൊന്നും വരുന്നതേ. അവർ ആ വയനാട്ടിലേക്ക് ഇവരെ വിളിച്ച് അവർ ചെല്ലുമല്ലോ, അവിടെ വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധി വരുമ്പോഴല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയാലും കേരളത്തിൽ ആളിറങ്ങും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കേസൊക്കെ വിട്ട് ഇപ്പോൾ ഈ ഞാൻ വെല്ലുവിളിച്ച് പറയാം, കോൺഗ്രസ് വെല്ലുവിളിച്ച് പറയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇവർ കൈവിടട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കൊരു യാത്ര നയിക്കട്ടെ, എന്നിട്ട് കോൺഗ്രസ് ഒരു യാത്ര നയിക്കട്ടെ. ഈ പാർട്ടി വിട്ടിട്ടല്ല ഞാൻ പറയുന്നത്, പാർട്ടി വിട്ടിട്ടല്ല, ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കൊരു യാത്രയും സതീശൻ്റെ യാത്ര നടത്തട്ടെ. ആൾക്കാരെ കാണാം, നമുക്ക് കാണാം. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വന്നിട്ടാണോ മറ്റേ നമ്മുടെ നിലമ്പൂർ ഇതുപോലെ ജനങ്ങൾ കൂടിയത്? ആ റാലിക്ക് രാഹുൽ ഗാന്ധി വന്നിട്ടാ, പ്രിയങ്ക ഗാന്ധി വന്നിട്ടാ, സോണിയാഗാന്ധി വന്നിട്ടാ? ഈ ഷാഫി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപാരും അയ്യോ മറ്റേ നമ്മുടെ സ്ഥാനാർത്ഥി ആരാടെ ഷൗക്കത്തും അല്ലേ? വയനാടൊക്കെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാടിൻ്റെ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു 100-1 ആവേശം, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്തെങ്കിലും ചെയ്തു. എത്രയോ ആവേശത്തോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ നോക്കിക്കണ്ടത്. എന്നാൽ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് അതൊന്നും കാര്യമായി ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അന്തരം നമുക്ക് മനസ്സിലാകും. ദേശീയ നേതൃത്വം ഇനിയെങ്കിലും കൃത്യമായ ഒരു ഡയറക്ഷൻ പാർട്ടിയുടെ മേലെ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാം KC വേണുഗോപാൽ ചെയ്തോളും എന്ന് വെച്ച് വരുന്നാൽ KC വേണുഗോപാലിൻ്റെ ഇഷ്ടത്തിനേ ചെയ്യുള്ളൂ. ഇവിടെ ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിരീക്ഷകനുണ്ടല്ലോ, ദീപദാസ് മുൻഷി. അപ്പോൾ ഇവരൊക്കെ എന്താ പണിയെന്നേ? ഇവരൊന്നും ഒരു കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദീപദാസ് മുൻഷി ഇടപെട്ട വിഷയമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സതീശിൻ്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഇന്ന് വരെ പത്രത്തിൽ പോലും വായിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരാളിവിടെ? പാർട്ടിക്കൊരു വീഴ്ച വരുമ്പോൾ അവിടെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പാർട്ടിയെ നേർവഴിക്ക് നയിക്കുവാനാണ് നമുക്ക് ഈ ദേശീയ നേതൃത്വം ആളെ വെക്കുന്നത്. ഇവിടെ ഈ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ KC വേണുഗോപാൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയതും അതിൻ്റെ സംഘടനാ ചുമതല വന്നതും അദ്ദേഹത്തിൻ്റെ വീട് കേരളത്തിലായതാണ് വിഷയം. അപ്പോൾ ഇതുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇടപെടാത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, പാർട്ടിക്ക് വല്ലാത്ത ദോഷം ചെയ്യും. എനിക്ക് പറയാനുള്ളത്, എനിക്കെന്നല്ല, ഇപ്പോൾ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നതും ദേശീയ നേതൃത്വം കേരളത്തിൻ്റെ ചുമതലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അത് KC വേണുഗോപാലിന് കൊടുക്കേണ്ടതല്ല, KC വേണുഗോപാലിനല്ല കൊടുക്കേണ്ടത്. KC വേണുഗോപാൽ ദേശീയ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയാണ്. അത് ദേശീയ തലത്തിൽ എല്ലാം നോക്കട്ടെ, അത് കേരളത്തിലും പെടട്ടെ. പക്ഷേ ഇവിടെ എല്ലാം കൂടി താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലെ കോൺഗ്രസിനെ KC വേണുഗോപാൽ എഴുതി കൊടുത്തിട്ട് അവരങ്ങ് കൈ കഴുകി മാറി നിന്ന് കഴിഞ്ഞാൽ പാർട്ടി നശിച്ചില്ലാതാവും. ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പ്രതീക്ഷ എപ്പോഴും ജനങ്ങൾക്കുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലുള്ള വിശ്വാസം തന്നെയാണ് ഇപ്പോഴും 10 കോൺഗ്രസ്സുകാർ കേരളത്തിലുള്ളത്. അല്ലാതെ സതീശൻ്റെ മോഹൻ കണ്ടോട്ടോ KC വേണുഗോപാലിൻ്റെ മോഹൻ കണ്ടോട്ടൊന്നല്ല. അപ്പോൾ ഇവന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. അവരിലുള്ള വിശ്വാസമാണ് ഇന്നും കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അടിയന്തര ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കുന്നേ. എത്ര എണ്ണം ജയിക്കും? അവരെ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ, അവർക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെ ഇപ്പം നിയമസഭയിൽ പോലും അവരുടെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം. അതിനെല്ലാം കൃത്യമായ സതീശൻ്റെ ഒക്കെ ആണെങ്കിലും ഈ പല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ഇത്തരം പല കള്ളക്കമ്മട്ടുകൾക്കും ഇയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും നിൽക്കുന്ന ഒരു ഉപജാപക സംഘത്തെ ഇദ്ദേഹം കൃത്യമായിട്ട് റെഡിയാക്കി മീഡിയ ഫീൽഡിലായിക്കോട്ടെ ഓരോ ഫീൽഡുകളിലും ഇയാളുടെ ഒപ്പം ഇയാൾ നിർത്തിപ്പോകുന്നുണ്ട്. പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന രീതിയിൽ ഒരു ധാരണയിൽ ഒരു ഉപജാപക സംഘവുമായി അല്ലെ അവരെ എങ്ങനെയെങ്കിലും ഇൻഡക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് ഉയരുന്ന ഈ ഒരു മെയ്ഡേ മെസ്സേജ് നമുക്കറിയാം. ഫ്ലൈറ്റും അതല്ലെങ്കിൽ കപ്പലുകളും ഒരു അപകടം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഒരു അവസാന സന്ദേശം എന്ന് പറയുന്ന ഒരു മെയ്ഡേ മെസ്സേജ് കേരളത്തിൽ നിന്ന് ഉയരുകയാണ്. അത് ജനങ്ങളുടെ ഒരു സൈലന്റ് ഇന്നർ ക്രൈ ആണ്. ജനങ്ങളുടെ ഉള്ളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആ ഒരു അപകട അലാറം കേന്ദ്ര നേതൃത്വം കേട്ടില്ലെങ്കിൽ ഒരു കേരളത്തിൽ ഈ ഒരു കപ്പൽ മുങ്ങാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ മെയ്ഡേ മെസ്സേജ് കേട്ട് ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഈ പ്രസ്ഥാനത്തിന് ഈ പാർട്ടിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് അവസരം കൊടുക്കാതെ ഈ അപകട മെസ്സേജ് കേട്ട് എത്രയും വേഗം ഇതിനൊരു റെമഡിയൽ മെഷേഴ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.